ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ അശ്ലീല പരാമർശം നടത്തിയ എ വിജയരാഘവനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കോൺഗ്രസ്. വിജയരാഘവന്റെ പരാമർശം വേദനിപ്പിച്ചുവെന്ന് രമ്യ ഹരിദാസ് പറഞ്ഞു. വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നുവെന്നാണ് വിജയരാഘവന്റെ വിശദീകരണം. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ LDF കൺവെൻഷനിലായിരുന്നു LDF കൺവീനറുടെ വിവാദ പരാമർശം. ആലത്തൂരിലെ സ്ഥാനാർത്ഥി പെൺകുട്ടി അവരാദ്യം വന്നിട്ട് ആരെ കണ്ടു? പാണക്കാട്ടെ തങ്ങളെ കണ്ടു. പിന്നെ പോയിട്ട് ആരെ കണ്ടു? കുഞ്ഞാലി കുട്ടിയെ കണ്ടു. അതോടുകൂടി ആ കുട്ടിയുടെ കാര്യം എന്താണെന്ന് എനിക്ക് പറയാൻ വയ്യ, പോയിട്ടുണ്ട്. സ്ത്രീ സംരക്ഷകരെന്ന് പറയുന്ന LDF നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം പരാമർശം ഏറെ വേദനിപ്പിക്കുന്നുവെന്ന് രമ്യ ഹരിദാസ് പ്രതികരിച്ചു. പരാതി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് തീരുമാനം. അവസാനത്ത് ഇനി ഇങ്ങനെ ഒരാളിന്റെ പേരിൽ ഒരു പരാമർശം ഉണ്ടാവരുത്. വിജയരാഘവന്റെ വിവാദ പരാമർശത്തെ ന്യായീകരിച്ച് ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥി PK ബിജുവും രംഗത്തെത്തി. ഞാൻ ആ വീഡിയോ കണ്ടതിനകത്തൊന്നും UDF സ്ഥാനാർത്ഥിയുടെ പേര് ഒരു സ്ഥലത്തും പരാമർശിക്കുന്നത് കണ്ടിട്ടില്ല. മറിച്ച് അതൊക്കെ വ്യാഖ്യാനങ്ങളാണ്. രമ്യ ഹരിദാസിനെ അധിക്ഷേപിച്ചുകൊണ്ട് വിജയരാഘവൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടത്തിയ പ്രസംഗവും പുറത്തു വന്നതോടെ LDF കൂടുതൽ പ്രതിരോധത്തിലായി. സ്ഥാനാർത്ഥി രമ്യ പാണക്കാട്ട് കുഞ്ഞാലിക്കുട്ടിയുടെ മുന്നിൽ രമ്യരിക്കുന്ന ചിത്രം കണ്ട് ഞാൻ അന്തം വിട്ട് നിന്നുപോയതാണ്. എന്നാൽ തന്റെ പ്രസ്താവനയെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്ന വിശദീകരണവുമായി എ വിജയരാഘവൻ വീണ്ടും രംഗത്തെത്തി. ഈ നിലയിൽ പത്രങ്ങൾ വ്യാഖ്യാനിക്കേണ്ടത്, മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കേണ്ടായി. ആ ഉദ്ദേശം നമുക്കില്ല. വിജയരാഘവന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ UDF വിവിധയിടങ്ങളിൽ പ്രതിഷേധിച്ചു. ഇത്തരം പരാമർശങ്ങൾ UDF-ന് സഹായകരമാകുമെന്നാണ് LDF അണികൾ പോലും പറയുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ആലത്തൂരിൽ നിന്നും PM ഷബീർ, മീഡിയ 1.